ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം എൻ്റെ കയ്യിൽ തന്നൊരു കൊച്ചു മെസ്സേജ്, ദൈവിക ആലോചനയും നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും യെരിഹോവിലോട്ടേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ചു അർദ്ധപ്രാണനായി വിട്ടേച്ചു പോന്നു. വളരെ ആഴമേറിയ ദൈവിക ദൂതുകൾ അടങ്ങിയ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ദൈവാത്മാവിൽ ഞാനൊരു ദൂത് പറയാം. ഇവിടെ മുറിവേറ്റിരിക്കുന്നവർ, തകർന്നിരിക്കുന്നവർ, സ്തോത്രം, വഴിമധ്യേ ശത്രു പൊളിച്ചു കളഞ്ഞവർ പണിയപ്പെടുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും ഇത്. നമ്മളെല്ലാവരും ഒരു യാത്രയിലാണല്ലേ. നമ്മുടെ യാത്ര ചില ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയിലാണ് നമ്മളുള്ളത്. യാത്രയുടെ മധ്യത്തിൽ പലരും തകർന്നു പോയി. യാത്രയുടെ മധ്യത്തിൽ പലർക്കും മുറിവേറ്റു. യാത്രയുടെ മധ്യത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായി. എന്നാൽ സ്തോത്രം, ബൈബിൾ പറയുന്നു, മുറിവേറ്റവന് ഈ ദിവസങ്ങൾ മുറിവ് കെട്ടുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. സാധാരണ ബൈബിൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര്, അപ്പന്റെ പേര്, ഇങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയി പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു മനുഷ്യനെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ യാതൊരു ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നില്ല. കാരണം അതൊരു ഉപമയായിരുന്നു. ഉപമ മാത്രമല്ല, ആ മനുഷ്യൻ നമ്മിൽ ആരോ ആണ്. ഞാനിത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മീറ്റിംഗിന്റെ മധ്യത്തിൽ ഇത് കേൾക്കുന്ന മനുഷ്യൻ നിങ്ങളാണെങ്കിൽ ഈ ദൂത് നിങ്ങളോടുള്ളതാ. ദൈവാത്മാവ് നിന്നെ പണിയുന്ന പകൽക്കാലമാണെന്ന് പറയുന്ന ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലോട്ടേക്ക് പോകുകയായിരുന്നു. എന്തിനാണ് അദ്ദേഹം യെരിഹോവിലോട്ടേക്ക് പോയത്? എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം? എന്റെ ജീവിതാനുഭവത്തിൽ നിന്നും ഞാൻ കണ്ടുപഠിച്ച പല കാര്യങ്ങളിൽ നിന്നും ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. യെരുശലേം ദൈവത്തിന്റെ നഗരമാണ്. യെരുശലേമിലാണ് ദൈവത്തിന്റെ ആലയമുള്ളത്. എല്ലാവരും യെരുശലേമിൽ ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ ഈ മനുഷ്യനുണ്ടല്ലോ, ഇവൻ ആരാധനയിൽ നിന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്നും അവൻ വിട്ടേച്ച് യെരിഹോവിലോട്ടേക്ക് പോകുക. യെരിഹോവിനെ കുറിച്ച് പറയുമ്പോൾ അത് അത്ര ദൈവ സാന്നിധ്യമുള്ള ഇടമല്ല. നമ്മുടെ ആരാധന എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് ദൈവാത്മാവ് ചിലരോട് ചോദിക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ പണ്ട് കത്തിയ അഭിഷേകം, പണ്ട് കത്തിയ ദൈവത്തിന്റെ തീ ഇന്നും കത്തുന്നുണ്ടോ? യെരിഹോ കാണിക്കുന്നത് എന്തിനാണെന്നറിയാമോ? യെരിഹോ കാണിക്കുന്നത് ദുഃഖത്തെ കാണിക്കുന്നു. യെരിഹോ കാണിക്കുന്നത് വീഴ്ചയെ കാണിക്കുന്നു. യെരിഹോ പാപത്തെ കാണിക്കുന്നു. അതിന്റെ പ്രതീകമാണ് യെരിഹോ. അപ്പോൾ എന്തുകൊണ്ടാ മുറിവേറ്റത്? എന്തുകൊണ്ടാ നഷ്ടങ്ങൾ സംഭവിച്ചത്? ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളും കഷ്ടതകളും എന്തുകൊണ്ടാണെന്നറിയാമോ? നീ യെരുശലേമിൽ നിന്നും യെരിഹോവിലോട്ട് യാത്ര ചെയ്തതുകൊണ്ടാ. എന്നാൽ ഇതിൽ വേറൊരു വശം കൂടി ഞാൻ നിങ്ങളോട് പറയാം. എന്ന് വെച്ചാൽ യെരുശലേമിൽ ഇന്നത്തെ അവസ്ഥ എന്താ? ഈ ദൂത് കഴിയുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ സ്തോത്രം ശക്തമായ ഒരു ദൈവത്തിങ്കലേക്ക് അടുക്കുന്ന ഒരു മനോഭാവം, യെരുശലേമിൽ നന്മയിലോട്ട് മാറുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ പോയ. മത്തായി 15-ാം അധ്യായം 1-2 വായിച്ചാൽ, അനന്തരം യെരുശലേമിൽ നിന്നും പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതെന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ എന്തുകൊണ്ടെന്നറിയാം യെരുശലേം വിട്ടത്? എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു കൂട്ടം യെരുശലേമിലുണ്ട്. ഞാനൊരു ദൂത് പറയട്ടെ, എങ്ങോട്ട് തിരിഞ്ഞാലും നിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ കൂട്ടം കൂടി ചിലർ നിൽക്കുന്നുണ്ടെങ്കിൽ നീ യെരിഹോവിലോട്ടേക്ക് പോകരുത്. യെരുശലേമിൽ തന്നെ നിന്ന് സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവാത്മാവ് ചിലതിനെ ബലപ്പെടുത്തുന്ന പകൽക്കാലമാണ്. നിന്ന് വീര്യം പ്രവർത്തിക്കാൻ ദൈവം നമ്മെ വിളിച്ചത്. മറ്റുള്ളവരുടെ ആരോപണം കേട്ട്, മറ്റുള്ളവർ കുറ്റപ്പെടുത്തൽ കേട്ട് യെരിഹോവിലോട്ട് യാത്ര ചെയ്യാൻ ആരെങ്കിലും പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മീറ്റിംഗിൽ അത് ക്യാൻസൽ ചെയ്തോ. യെരുശലേം നിന്റെ അനുഗ്രഹത്തിന്റെ ഇടമാണ്. ചിലത് പറയാറുണ്ട്, ഞാൻ ജോലി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ ഒരു ഗ്രൂപ്പ് ശ്രമിക്കുക, അതുകൊണ്ട് ഞാൻ ജോലി വിടാൻ പോകുക. ചിലര് പറയാറുണ്ട്, സഭയ്ക്കകത്ത് നിൽക്കാൻ ഒക്കുന്നില്ല, സഭയ്ക്കകത്ത് ഒരു ഗ്രൂപ്പ് എഴുന്നേറ്റ് എന്നെ കുറ്റപ്പെടുത്തുക, അതുകൊണ്ട് ഞാൻ സഭ വിടുക. ചിലത് പറയാറുണ്ട്, സ്തോത്രം, വീട്ടിന്റെ അകത്ത് സമാധാനമില്ല, അമ്മ സ്തോത്രം അല്ലെങ്കിൽ മരുമകൾ എനിക്കെതിരെ കുറ്റാരോപണമായി വരിക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറയുക, നീ ഒരിടത്തും വിടേണ്ട ആവശ്യമില്ല. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നിന്നെ ദൈവം ട്രാൻസ്ഫർ ചെയ്യാൻ പോകുക.
എവിടെയാണോ പ്രതിസന്ധി, എവിടെയാണോ നിന്ന, അവിടെ തന്നെ ഒരു മാന്യതയുണ്ടെന്ന്. എവിടെയാണോ വെല്ലുവിളി, അവിടെ തന്നെ നിനക്കൊരു ഉയർച്ചയുണ്ടെന്ന്. ഇന്ന് പകൽക്കാലത്തെ മീറ്റിംഗിൽ ദൈവാത്മാവ് പറയുക, നിന്റെ സ്ഥലം എരിഹോവല്ല, നിന്റെ സ്ഥലം യെരൂശലേമാ. എനിക്കൊരു യൗവനക്കാരനെ അറിയാം. അദ്ദേഹം പഠിക്കാനായി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. നിങ്ങൾക്കറിയാം, വളരെ പ്രതീക്ഷകളോടെ മാതാപിതാക്കൾ അവിടെ പഠിക്കാനായി ചേർത്തു. പക്ഷേ ആ പഠനം അവൻ പൂർത്തീകരിച്ചില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നു. അവൻ അവിടുന്ന് ഓടിപ്പോയി. ഇന്നും അവന്റെ ജീവിതത്തിൽ അവൻ ഒരു ലക്ഷ്യത്തിലും എത്താതെ അവൻ ചുറ്റി നടക്കുന്ന, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നല്ല ജോലി കിട്ടാതെ അലിയുന്നവനായി മാറി. ഞാനൊരു ദൂത് പറയട്ടെ, പ്രതിസന്ധി വരും, വെല്ലുവിളി വരും, തകർച്ചകൾ വരും. പക്ഷെ അതിന്റെ മധ്യത്തിൽ നിന്നെ മുറിവേൽപ്പിക്കുവാൻ നോക്കുന്നവരുടെ മധ്യത്തിൽ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. അതൊക്കെ ചലഞ്ചേഴ്സിന്റെ മധ്യത്തിൽ വീർപ്പ് മുട്ടി ഇവിടെ ഉണ്ടല്ലേ കേട്ടോ. ആരൊക്കെയോ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വീർപ്പ് മുട്ടിയുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിന്നെ റിലീസ് ചെയ്യാൻ പോകുക. ഊടാ ഹതുരാ ജഗൽക്കമാന. ദൈവത്തിന്റെ ആത്മാവുണ്ടല്ലോ, ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് ഭയങ്കരമായിരിക്കുന്ന അത്ഭുതങ്ങൾ ചെയ്യുന്നത് പോലെ, ചിലർ റിലീസ് ചെയ്ത് വിടുന്നത് പോലെ, ചില എതിർത്ത് നിൽക്കുന്ന വ്യക്തികളെ ദൈവം അവിടുന്ന് ഓടിക്കാൻ പോകുക. ജോലി വർഷങ്ങളായി ചെയ്യുന്ന ഒരു പ്രൊമോഷൻ ഇല്ല, ജോലിയിൽ ഉയർച്ച കിട്ടുന്നില്ല, പഠിക്കുമ്പം വേണ്ട മാർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ പല മേഖലകളിൽ ജീവിതത്തിൽ സക്സസ് ഇല്ലാതെ ഡിപ്രഷൻ ആയിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലത്തെ മീറ്റിംഗിൽ ഒരു പുതിയ തൈലം നിന്റെ മേൽ വരിക. പുതിയ സ്തോത്രം, നിന്നെ മുറിവേൽപ്പിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ, നിന്നെ മുറിവേൽപ്പിക്കുന്ന പാരമ്പര്യത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗിൽ ദൈവം ക്യാൻസൽ ചെയ്ത് മാറ്റുക. നിന്റെ കുടുംബ ജീവിതത്തെ തകർത്ത് കളയുവാൻ, സ്തോത്രം, നിന്റെ സഭയെ പൊളിച്ചു കളയുവാൻ, നിന്റെ ഫൈനാൻഷ്യലിനെ തകർത്ത് കളയുവാൻ, എരിഹോവിലോട്ട് നിന്നെ കൊണ്ടുപോയി നിന്നെ അർദ്ധപ്പാടനാക്കുവാൻ നിൽക്കുന്ന ശത്രു ഉണ്ടല്ലോ, അവന്റെ മുകളിൽ ചവിട്ടിക്കൊണ്ട് ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. യേശു പറഞ്ഞൊരു പദം നിങ്ങൾ മറക്കണ്ട കേട്ടോ. സർപ്പത്തിന്റെ മേലെ മണലിമേലെ നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അതൊന്നും നിനക്കൊരു ദോഷവും ചെയ്യത്തില്ല. നിനക്ക് ദോഷം ചെയ്യാൻ നിന്റെ പിറകിൽ നിൽക്കുന്ന പാരമ്പര്യത്തിന്റെ ശക്തി ഉണ്ടല്ലോ, നിന്റെ മക്കളുടെ ഭാവിയെ തകർക്കുന്ന ശക്തി ഉണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ അതിനെ ചവിട്ടാൻ തയ്യാറായിക്കോ. ദൈവാത്മാവ് എനിക്കൊരു നിയോഗം തരുന്നു. വിശ്വാസത്തോടു കൂടി നീ ചവിട്ടാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം പിശാചിട്ട പദ്ധതി മാറിപ്പോകും. എനിക്കൊരു ദൈവദാസനെ അറിയാം. അദ്ദേഹം ഒരുപാട് ദാരിദ്ര്യത്തിന്റെ മധ്യത്തിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ്. ദാരിദ്ര്യം. അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ ഇരിക്കാൻ കൊടുക്കാൻ ഒരു കസാര പോലും ഇല്ലായിരുന്നു. ഭയങ്കര രോഗവും പ്രതിസന്ധിയും ഒക്കെ ആ ഭവനത്തിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു വന്നിട്ട് ആ ദൈവദാസൻ ഒരു പരിപാടി ചെയ്തു. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് തന്റെ വീടിന്റെ മെയിൻ ഡോറിന്റെ താഴെ വെള്ളം കൊണ്ടൊരു വര വരച്ചു. സ്തോത്രം. എന്നിട്ട് പിശാചിനോട് പറഞ്ഞു, പിശാചെ, ഇന്നു മുതൽ എന്റെ വീട്ടിലോട്ട് കയറിയേക്കരുത്. യേശുവിന്റെ നാമത്തിൽ ആ വെള്ളം ഇവിടുന്ന് മാഞ്ഞാലും ദൈവശക്തി ഇവിടുന്ന് മായത്തില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഭവനത്തിലെ പ്രതിസന്ധി മാറാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ മാറാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തെ ദൈവം മാറ്റി, രോഗബന്ധനങ്ങളെ ദൈവം മാറ്റി. ഇന്ന് പകൽക്കാലം ഓർത്തോ, ചിലതിനെ ചവിട്ടവനെ നീ തയ്യാറാകണം. നിന്നെ തകർക്കുന്ന, നിന്റെ കുടുംബത്തെ തകർക്കുന്ന, നിന്റെ സമാധാനത്തെ തകർക്കുന്ന ചില എരിഹോവിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗിൽ ദൈവം ബ്രേക്ക് ചെയ്ത് മാറ്റുക. ഇതൊക്കെ കേട്ടിട്ട് ഞാനും ഇതൊക്കെ പരീക്ഷിച്ചു നോക്കിയത് ഒരു കാലത്ത്. സ്തോത്രം. എന്റെ പരീക്ഷണങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറഞ്ഞു, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാകണം. എരിഹോ മുന്നിൽ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ആ മതിലിനെ നീ ഇടിച്ചു കളയണം. ഓ ജീസസ്, ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ ഒരു എരിഹോ ഉണ്ടല്ലേ, നിന്റെ മുമ്പിൽ ഒരു സ്തോത്രം വലിയ വലിയ ചെങ്കടൽ ഉണ്ടല്ലേ, നിന്റെ മുന്നിൽ സാത്താന്യ ഗോപുരങ്ങൾ ഉണ്ടല്ലേ. വിശ്വാസത്താൽ അതിനെ തകർക്കുന്ന ഒരു അഭിഷേകം, അതിനെ തകർക്കുന്ന ഒരു ദൈവശക്തി ദൈവാത്മാവ് ചിലതിന്റെ മേൽ പകരുക. യെരൂശലേമിൽ നിന്ന് ആളുകൾ വന്നിട്ട് യേശുവിനോട് ചോദിക്കുക, കൈ കഴുകാതെ ഫുഡ് കഴിക്കുന്നത് ശരിയാണോ? പൂർവന്മാർ അങ്ങനെയല്ലേ പറഞ്ഞതെന്ന്. എന്ന് വെച്ചാൽ അവർക്ക് പാരമ്പര്യമാണ് വലുത്. എന്ന് വെച്ചാൽ അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞെന്നല്ലാതെ ദൈവത്തിൽ നിന്നൊരു വെളിപ്പാടില്ലാത്തവരായിരുന്നു യെരൂശലേമിലുള്ളവർ. ചിലത് പറയുന്നത്, എന്റെ സഭയിലെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞത്, എന്റെ അപ്പൻ അങ്ങനെ പറഞ്ഞത്, അമ്മ ഇങ്ങനെ പറഞ്ഞത്, സ്തോത്രം, എന്റെ കമ്മിറ്റിയിൽ ഇങ്ങനെ പറഞ്ഞത്. എന്റെ പൊന്നെ, നീ അവരിങ്ങനെ ഇവരിങ്ങനെ എന്ന് പറയാതെ നീ ദൈവത്തോട് ചോദിക്കരുത്. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. ദൈവം ചിലതിന്റെ മേലൊരു വെളിപ്പാട് പകരുക. മറ്റുള്ളവർ പറയുന്നത് കേട്ട് വളക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നിന്റെ മേലൊരു അഭിഷേകം തന്നിട്ടുണ്ട്, നിന്റെ മേൽ ദൈവം ഒരു നിയോഗം തന്നിട്ടുണ്ട്.
പിന്നെ നിന്നെ ജയിപ്പിക്കുന്ന ദൈവം നിന്നെ ജയിപ്പിക്കുന്നത് വരെയേ ഉള്ളൂ ആളുകളുടെ കുറ്റപ്പെടുത്തൽ എന്ന് മറക്കണ്ട. എന്ന് വെച്ചാൽ നീ ജയിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, നീ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പണ്ട് നിന്നെ കുറ്റം പറഞ്ഞവരൊക്കെയും അവരുടെ തീരുമാനങ്ങൾ മാറ്റും. എത്രവർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു? ഇന്ന് നിന്നെ കുറ്റപ്പെടുത്തുന്നവർ, ഇന്ന് നിന്നെ പരിഹസിക്കുന്നവർ, നീ ദൈവത്തോട് ചേർന്ന് നിന്ന് വിജയം നേടിയാൽ നിന്നോട് ക്ഷമ പറയുന്ന ഒരു കാലം വരാൻ പോകുകയാ. യെരിഹോവിൽ നീ തകരത്തില്ല, നീ യെരൂശലേമിലേക്ക് തന്നെ ജയിക്കാൻ പോകുകയാ. ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ കോളേജ് പഠിക്കാതെ സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തില്ല. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കുടുംബത്തിൽ ദൈവദാസന്മാർ ഇല്ലാത്തത് കൊണ്ട് നീ സുവിശേഷം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വിളി അതിന്റെ മുകളിലാണ്. എത്ര പേർക്കറിയാം? ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ദർശനം അതിന്റെ മുകളിലാണെന്ന് എത്ര പേർക്കറിയാം? യെരിഹോവിൽ നിൽക്കുന്നവർ നിന്നെ വിധിക്കും, പക്ഷെ യെരൂശലേമിലോട്ട് ദൈവം നിന്റെ വെളിപ്പാടുകൾ കേട്ടാൻ പോകുക. ദൈവാത്മാ പറയുകയാണ്, യെരിഹോവിൽ നിന്ന് ഒരു കൂട്ടം പേർ നിന്റെ കുറ്റം വിധിക്കുമ്പോൾ യെരൂശലേമിൽ നിന്റെ തല ദൈവം ഉയർത്തും. ഈ ദൂത് ഏറ്റെടുത്തോ. നിന്റെ തല താഴ്ന്ന സ്ഥലത്തു നിന്നും യെരൂശലേമിൽ നിന്റെയും നിന്റെ കുടുംബത്തിന്റെ തല ദൈവം ഉയർത്താൻ പോകുക. നീ യെരിഹോവിൽ തകർന്നു വീഴുവാൻ ശത്രു പദ്ധതി ഇട്ടുന്നുള്ളത് ശരിയാ, നിന്റെ കുടുംബം തകരാൻ പദ്ധതി ഇട്ടുന്നത് ശരിയാ. പക്ഷെ ദൈവാത്മാവ് ദൂത് പറയുക, ഇല്ല, നിന്നെ ഇന്ന് കുറ്റം പറഞ്ഞവരുടെ മധ്യത്തിൽ നിന്നെ യെരൂശലേമിൽ ദൈവം മാനിക്കും. യെരൂശലേമിലെ ആലയത്തിൽ ദൈവം നിന്നെ മാനിക്കും. ദൈവാത്മാവ് ശക്തമായി അങ്ങനോട് അങ്ങനെ പറയാൻ പറയുന്നു. ഇവിടെ പറയുകയാണ്, അവന്റെ വസ്ത്രം അഴിച്ച് അവനെ മുറിവേൽപ്പിച്ചു. ആരൊക്കെ ഇവിടെ മുറിവേറ്റ് വന്നിട്ടുണ്ടല്ലോ വാക്കുകളാൽ. മറ്റുള്ളവർ കുത്തി മുറിവേൽപ്പിച്ചിരിക്കുന്ന ചില ഹന്നമാർ ഇതിന്റെ മധ്യത്തിലുണ്ടല്ലോ. സ്തോത്രം. പെനീന പറഞ്ഞ ഹന്നമാർ, നീ പെനീനയുടെ വാക്ക് കേൾക്കണ്ട കേട്ടോ. നിനക്കെതിരെ കുത്തി മുറിവേൽപ്പിക്കുന്ന വാക്ക് പറയുന്ന, നിന്നെ അർദ്ധപ്രാണനായി നിന്റെ വസ്ത്രം അയച്ച് നിന്നെ തകർത്ത് കളയാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ ശബ്ദം നീ കേൾക്കണ്ട. ദൈവാത്മ പറയുക, നിന്റെ ചരിത്രം അവൻ മാറ്റാൻ പോകുന്നു. ഓരോ ആഴ്ചത്തെ മെസ്സേജ് കഴിയുമ്പോൾ അടുത്ത ആഴ്ച എന്നാ പ്രസംഗിക്കേണ്ടത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ദൈവസ്ഥലം മുട്ടുമടക്കിയ അപ്പം ദൈവം ദൂത് തരും. മനസ്സിലായിക്കോ? കാരണം ജനം ദൈവത്തിൻ്റെതാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുള്ള ദൂതിനൊന്നും ഒരു മുട്ടും വരാൻ പോകുന്നില്ല. ദൈവാത്മ പറയുകയാണ്, വഴി വിട്ടേച്ച് പോകാനല്ല നിന്നെ ദൈവം വിളിച്ചത്. സ്തോത്രം. നിന്നെ താഴ്ചയിലോട്ട് കൊണ്ടുപോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. വിളിച്ചിറക്കിയെങ്കിൽ, ജീസസ്, നിന്നെ വിളിച്ചിറക്കിയെങ്കിൽ അവസാനത്തോടെ നിന്നെ നടത്താൻ ശക്തനായ ദൈവത്തെ നീ സേവിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്ന ഏറ്റവും ചെറിയ കണ്ടന്റ് എന്താണെന്നറിയാമോ? യെരിഹോവിലോട്ട് പോകാൻ പലരും പറയും, പിന്മാറ്റത്തിലോട്ട് പോകാൻ പലരും പറയും. പക്ഷേ നീ പിടിച്ചു നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിന്നെ, സ്തോത്രം, യെരിഹോവിലോട്ട് കൊണ്ടാകാനല്ല ദൈവം വിളിച്ചത്, യെരൂശലേമിൽ നിന്റെ തല ഉയർത്താനാ. ദൈവാത്മാവ് എന്നോട് പറയാണ്, ചിലരുടെ തലമുറകളുടെ തലകളെ ഞാൻ യെരൂശലേമിൽ ഉയർത്തുമെന്ന്. ദൂത് ഏറ്റെടുത്ത കേട്ടോ. ചിലരുടെ തലമുറകളുടെ തലകളെ ഞാൻ യെരൂശലേമിൽ ഉയർത്തും. ഹന്നായിയുടെ മകൻ ശമൂവേലിനെ ഉയർത്തിയതുപോലെ ഇന്ന് പകൽക്കാലം ചില കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, നിന്റെ തലമുറ യെരൂശലേമിനെ ഭരിക്കുന്ന പോലെ ദൈവം ചില മഹത്വത്തിന്റെ വഴികൾ തുറക്കാൻ പോകുകയാ. സുവിശേഷം 16:21 വായിക്കാം. മത്തായി 16:21. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അടുത്തൊരു ദൂത് നിങ്ങൾ ഏറ്റെടുത്തോണം. യേശു പറയുകയാണ്, ഞാൻ യെരൂശലേം വിടത്തില്ല കേട്ടോ. എന്നൊക്കെ സഹിക്കേണ്ട വന്നാലും ഞാൻ എന്റെ വെളിപ്പാട് വിടത്തില്ല. ആമേൻ. ഞാൻ എന്റെ ദർശനം വിടത്തില്ല. ഏതൊക്കെ മൂപ്പന്മാരും ഏതൊക്കെ പരീശന്മാരും എന്നെ കുറ്റപ്പെടുത്തിയാലും എന്നെ ക്രൂശിലേറ്റിയാലും എനിക്ക് മൂന്നാം നാളിൽ ഒരു ഉയർപ്പുണ്ട്. ദൈവാത്മ പറയുക, ഇന്ന് നീ സഹിക്കുന്നതിലുണ്ടല്ലോ, നിന്നെ ദൈവം ഉയർപ്പിക്കാൻ പോകുകയാ. യെരൂശലേമിൽ സഹിക്കാൻ പലതും ഉണ്ട്. പക്ഷേ സ്തോത്രം, ഇന്ന് പാൽക്കാലം സഹിച്ചു പിടിച്ചു നിൽപ്പാൻ ദൈവാത്മാവ് ചിലരെ ബുദ്ധി ഉപദേശിക്കുക. പിടിച്ചു നിൽക്കുന്നവർക്കാണ് വിടുതൽ. ഒരു എലീശ പ്രവാചകനോട് ഏലിയാവ് പറഞ്ഞു, നീ നിന്റെ ദർശനം നിർത്തിക്കോ, നിന്റെ വെളിപ്പാട് നിർത്തിക്കോ. എലീശ പറഞ്ഞു, ഇല്ല, നീയാണ്, നിന്റെ ജീവനാണ്, പ്രാപിക്കാതെ ഞാൻ മടങ്ങൂല. ദൈവാത്മ പറയുന്നു, നീ പ്രാപിക്കാതെ മടങ്ങണ്ട. യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗിൽ പുതിയ വെളിപ്പാട് ഏറ്റെടുത്തോ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവം ഉപയോഗിക്കുന്ന ആളുകൾ ഇന്ന് കുറഞ്ഞുപോയി. നിങ്ങൾ സൂക്ഷിച്ചു നോക്കി എനിക്ക് മനസ്സിലാകും. അനേക പ്രവാചകന്മാരായാലും അനേക അപ്പോസ്തലന്മാരായാലും അനേക സുവിശേഷകന്മാരായാലും അവരൊക്കെ വേലയിൽ ഉണ്ടെങ്കിലും ജനം പ്രതീക്ഷിക്കുന്ന ലെവലിൽ അവർ പ്രയോജനപ്പെടുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സഹിക്കാൻ പറ്റാതെ യെരിഹോവിലോട്ട് പോയതാ. ആമേൻ. നല്ലൊരു പ്രവചനം പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന ഒരു വിഭാഗം അപ്പുറത്ത് മാറി നിൽപ്പുണ്ടെന്നേ. നല്ലൊരു അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്താൽ നിന്നെ കുത്തി മുറിവേൽപ്പിക്കുന്ന ആളുകളുണ്ടെന്നേ. ഇതിനൊക്കെ പേടിച്ച് പലരും യെരിഹോവിലോട്ട് പോയപ്പോൾ പിടിച്ചു നിന്നവർ മാത്രം ജയിച്ചു. അങ്ങനെയുള്ളവർ എനിക്കറിയാം.
ദൈവാത്മ പറയാ, നീ പിടിച്ചു നിൽക്കണം. ആമേൻ. നിന്റെ കുടുംബ ജീവിതത്തിൽ നീ പിടിച്ചു നിൽക്കണം. നിന്റെ സഭയിൽ നീ പിടിച്ചു നിൽക്കണം. നിന്റെ ജോലി സ്ഥലത്ത് നീ പിടിച്ചു നിൽക്കണം. നിന്നെ ഒന്നുമില്ലാതാക്കി അർദ്രപ്പാടനാക്കി നശിപ്പിച്ചു കളയുവാനുള്ള ശത്രുവിന്റെ പദ്ധതിയെ നമുക്ക് ഒരുമിച്ച് ക്യാൻസൽ ചെയ്യാം. ഒരിക്കൽ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, യേശുവേ, പിലാത്തോസ് നിന്നെ പിടിക്കാൻ നോക്കുന്നുണ്ടെന്ന്. ആമേൻ, സ്തോത്രം. യേശു പറഞ്ഞു, ആ കുറുക്കനോട് ചെന്ന് പറ, ഞാൻ ഇന്നും നാളെ ഇവിടെ സുവിശേഷം പ്രസംഗിക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ പിറകിൽ നിന്ന് കളിക്കുന്ന പിലാത്തോസിന്റെ ശക്തി ഉണ്ടല്ലോ, അവനോട് ചെന്ന് പറ, ആ കുറുക്കനോട് ചെന്ന് പറ, യേശുവിന്റെ നാമത്തിൽ, സ്തോത്രം, എന്നെ ദൈവം വിളിച്ച ഉദ്ദേശത്തിൽ ഞാൻ എത്തിയിരിക്കും, എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന നന്മയിൽ ഞാൻ എത്തിയിരിക്കും. ഇന്ന് പകൽക്കാലം നിന്റെ പദ്ധതികൾ, നിന്റെ തന്ത്രങ്ങൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിനെ ഓവർകം ചെയ്തിരിക്കും. എത്ര പേർക്ക് ഓവർകം ചെയ്യുന്ന അഭിഷേകം വേണം? അതൊരു പ്രത്യേക അഭിഷേകം കേട്ടോ. പ്രതിസന്ധിയെ ഓവർകം ചെയ്യുന്ന അഭിഷേകം ദാവീദിന്റെ മുകളിലുണ്ടായിരുന്നു. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിനെ വിരലുകളെ അഭ്യസിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം അത് ഓവർകം ചെയ്യാനുള്ള അഭിഷേകം, ശൗലിനെ ഓവർകം ചെയ്യാനുള്ള അഭിഷേകം, യോനാഥാനെ ഓവർകം ചെയ്യാനുള്ള അഭിഷേകം ഇന്നത് പ്രാപിച്ചോ? ഇന്ന് പകൽക്കാലം നിന്നെ ഒരു സ്ഥലത്ത് പിടിച്ചു വെച്ച് നിന്നെ ലക്ഷ്യത്തിൽ എത്തിക്കാതെ വണ്ണം നിൽക്കുന്ന ചില ശക്തികൾ ഓവർകം ചെയ്യുവാൻ ദൈവം ചിലതിന് മേൽ അഭിഷേകം പകരുക. ഇനി അവസാനമായിട്ട് നമ്മെ കുറിച്ച് പറഞ്ഞ കുറ്റം എന്താണെന്നറിയാമോ ലോകം? അതും കൂടി വായിച്ച് അടുത്തേക്ക് നമുക്ക് പോകാം. മർക്കോസ് 3:22. മർക്കോസ് 3:22. യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബെയേസെബൂലുണ്ടെന്ന് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിന്റെ അകത്ത് ഭൂതമുണ്ടെന്ന് പറയും. അപ്പൊ യേശു പറഞ്ഞൊരു പദമുണ്ട്, സ്തോത്രം, നിങ്ങൾ എന്റെ അകത്ത് ഭൂതമുണ്ടെന്നൊക്കെ പറഞ്ഞോ? അടുത്ത വാക്യം, പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ശിക്ഷ വിധി കിട്ടാതെ, സ്തോത്രം, അവൻ അലയേണ്ടി വരും. ഇന്ന് പകൽക്കാലം ഓർത്തോ, നീ ദൈവത്തെ ആരാധിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുമ്പോഴും നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ നാമത്തെ ദൂഷിക്കുന്നവരുടെ മധ്യത്തിൽ അവൻ നിന്റെ തല താഴാൻ വിടത്തില്ലെന്നാ ഞാൻ പറയുന്നത്. ആമേൻ, സ്തോത്രം. നീ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചിട്ട് നീ തല താഴ്ത്തി പോകേണ്ട വരത്തില്ല. ദൈവയിതലേ, നിന്റെ തല അവൻ ഉയർത്താൻ പോകുകയാ. ഒരു നാളും നന്മ കാണാതിരിക്കുന്ന ചിലരുടെ മധ്യത്തിൽ നിന്റെ കണ്ണ് നന്മ കാണാൻ പോകുകയാ. ഇതിനൊക്കെ മുമ്പ് ഞാൻ ദൈവത്തോട് ഓവർകമ്മിനുള്ള ഒരു അഭിഷേകം ദൈവത്തോട് ഞാൻ ചോദിച്ചു. എന്ന് വെച്ചാൽ, സ്തോത്രം, ഇന്ന് പലക്കാലം എല്ലാവരും ഒരടി വെക്കുമ്പോൾ ഓവർകം അഭിഷേകം ഉള്ളവൻ 10 അടി വെക്കും. ആമേൻ, സ്തോത്രം. എല്ലാവരും 2 അടി വെക്കുമ്പോൾ ഓവർകം ഉള്ളവൻ 20 അടി വെക്കും. ഇന്ന് പലക്കാലം ദൂത് ഏറ്റെടുത്തോ കേട്ടോ. ഇന്ന് സ്തോത്രം, നിന്നെ സ്തോത്രം ചെറിയതിൽ ഒതുക്കാൻ ശത്രു നോക്കുമ്പോൾ നിന്നെ ദൈവം വലുതിലോട്ട് കൊണ്ടാൻ പോകുകയാ. നിന്നെ എരിഹോവിൽ ശത്രു ഒതുക്കാൻ നോക്കുമ്പോൾ ദൈവം നിന്നെ യെരൂശലേമിൽ ഉയർത്താൻ പോകുകയാ. ഈ ദൂതിക്കൂടെ ചില കുടുംബങ്ങളെ ദൈവം പണിയുകയാ. സ്തോത്രം, സ്തോത്രം. അവൻ എരിഹോവിലെത്തി. ഇവിടെ കാണുകയാണ്, യെരൂശലേമിൽ നിന്നും വെല്ലുവിളികൾ വന്നു. യെരൂശലേമിലോട്ട് നീ എങ്ങനെ യെരൂശലേം വിട്ട് ഓടണം, നന്മ വിട്ട് ഓടാനാ നീ വെല്ലുവിളി. ഓടിച്ചു കളയുവാൻ ചിലർ പിറകിൽ നിൽപ്പുണ്ടെന്നേ. നിങ്ങൾ ശരിക്കും ഒന്ന് ദൈവസഭയിൽ പോയി ഇന്ന് ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്ന് മുന്നോട്ട് പോക്കോ. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. മറിയ എല്ലാവരുടെയും ഒറ്റപ്പെട്ടതായിരുന്നു. കാരണം മറിയയുടെ അകത്ത് യേശുവിന്റെ സ്തോത്രം വളർച്ച ഉണ്ടായിരുന്നു അവളുടെ ഉദരത്തിൽ. ഇന്ന് പകൽക്കാലം ഒരു ദൂത് നിന്റെ അകത്തുണ്ടെങ്കിൽ, ഒരു വെളിപ്പാട് നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ഒറ്റപ്പെടും. സ്തോത്രം. നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തും. ദൈവാത്മാ പറയുക, പക്ഷെ ചരിത്രം രേഖപ്പെടുത്തും, ഓ നിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നെന്ന്. ചിലർ ചോദിക്കാണ്ട് എനിക്ക് മാത്രം എന്താ എന്റെ ഇത്ര പ്രതിസന്ധി? നിന്റെ മേൽ അത്ര ഭയങ്കര വിളി കിടക്കുന്നുണ്ടാ. ആമേൻ, സ്തോത്രം. നീ വെളി വന്നാൽ ചരിത്രം മാറുമെന്നെ. നിന്റെ മേൽ അസാധാരണമായി വിളിയുള്ളത് കൊണ്ടാണ് മറ്റാർക്കും ഇല്ലാത്ത വെല്ലുവിളി നിന്റെ മേൽ വന്നത്. ഓ സ്തോത്രം. നിന്നെ എന്നാ ദൈവത്തിനൊരു പദ്ധതിയാണ് നിന്നെ വെളി കൊണ്ടുവരുവാൻ. ജോസഫിന് ചേട്ടന്മാരെക്കാൾ പ്രതിസന്ധിയായിരുന്നു. ദാവീദിന് ചേട്ടന്മാരെക്കാൾ പ്രതിസന്ധിയായിരുന്നു. അതിന്റെ അർത്ഥം അവർ തീർന്നെന്നല്ല. ആമേൻ. നീ തീരുമെന്നല്ല, നീ നിന്നെ 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 മറ്റാർക്കും ഇല്ലാത്തൊരു സ്ഥാനത്തോട് ദൈവം എത്തിക്കാൻ പോവുക. അവസാനം നല്ല ഫുഡ് കഴിക്കാൻ അപ്പനും സഹോദരനും ജോസഫിന്റെ അടുത്ത് വരേണ്ട വന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്നെ ആരൊക്കെ പരിഹസിച്ചോ അവർ നിന്റെ വീട്ടിലോട്ട് വരുമെന്നെ. നീ ഉണ്ടാക്കുന്ന നല്ല ആഹാരം കഴിപ്പാൻ, നിന്റെ നന്മ കാണാൻ. ഓ എത്ര പേര് വിശ്വാസത്തോടെ ദൂത് ഏറ്റെടുക്കുന്നുണ്ടോ? സ്തോത്രം. ദാവീദിനെ ശൗൽ ഒരുപാട് ഓടിച്ചതാ കേട്ടോ. അവസാനം മെബീശബോത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ശൗലിന്റെ കൊച്ചുമോൻ മുടന്തനായി ദാവീദിന്റെ മേശയിൽ ഇന്ന് ഭക്ഷണം കഴിച്ചെന്ന ബൈബിൾ പറയുന്നേ. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിലെ നീ തകരത്തില്ല. നിന്നെ തകർക്കാൻ നോക്കുന്നവർ ചെതറും. യേശുവിന്റെ നാമത്തിൽ ദൂത് ഏറ്റെടുത്ത് വിശ്വാസത്തോടു കൂടെ എഴുന്നേറ്റോ. ഇന്ന് പകൽക്കാലം ഉണ്ടല്ലോ, നിന്നെ ഒറ്റപ്പെടുത്തുന്നവർ നിന്റെ അടുക്ക വരാൻ പോകുകയാ.
നിന്നെ പരിഹസിക്കുന്നവർ നിന്റെ വീട്ടിലോട്ട് വരാൻ പോകുകയാ. ദൈവം ചിലതിനെ തല ഉയർത്തുന്ന, യെരൂശലേമിൽ ദൈവം ഉയർത്തുന്ന കാലമാണിന്ന്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്, യെരൂശലേമിനെ കുറിച്ച് നമ്മൾ വായിച്ചാൽ ഇനി ലൂക്കോസ് 19:1 വായിക്കാം. ലൂക്കോസ് 19:1. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായിരിക്കുന്ന സക്കായി എന്നുള്ളൊരു മനുഷ്യൻ യേശു എന്നിങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. സക്കായി ഇപ്പോഴും എരിഹോവ് തന്നെയാ കേട്ടോ. സ്തോത്രം. സക്കായി ഇപ്പോഴും എരിഹോവില. അതുകൊണ്ട് എന്നാ സംഭവിച്ചു? അവന്റെ വളർച്ച കുറഞ്ഞുപോയി. അവന് വളരാൻ പറ്റിയില്ല. പലപ്പോഴും നിന്നെ വളർത്താത്ത എരിഹോവിൽ നീ നിൽക്കരുതെന്ന്. ഈ ദൂതൊക്കെ ദൈവാത്മാവ് എനിക്ക് തന്ന ദൂത. സ്തോത്രം. ഇന്ന് പലപ്പോഴും നീ വളരാത്തതിന്റെ കാരണം നീ ഇപ്പൊ നിൽക്കുന്ന എരിഹോവില. അതുകൊണ്ട് ആത്മമണ്ഡലത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ യെരൂശലേമിലോട്ട് മടങ്ങാൻ തയ്യാറായിക്കോ. സ്തോത്രം. ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുക, നിന്റെ വളർച്ചയെ തടയുന്ന സ്തോത്രം സമൂഹത്തിന്റെ മധ്യത്തിൽ നിൽക്കാതെ, സ്തോത്രം, നിന്നെ വിളിച്ചിരിക്കുന്ന യെരൂശലേമിലേക്ക് വന്ന് അടുത്ത നിലവാരത്തോട്ട് വളരേണ്ടത് ദൈവാത്മാവ് ചിലരെ വിളിക്കുക. എന്നാൽ ഇന്ന് പലക്കാലം എരിഹോവിന്റെ അകത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. എന്താണെന്നറിയാമോ? 19:4 പറഞ്ഞു, എന്നാൽ അവൻ മുൻപോട്ട് ഓടി. ആമേൻ. നീ പിറകോട്ട് ഓടരുത് കേട്ടോ. നേരെ മുന്നോട്ടോടി യെരൂശലേമിലോട്ട് കയറിക്കോണം യേശുവിന്റെ നാമത്തിൽ. ഈ ദൂത് ഏറ്റെടുത്തോ. സ്തോത്രം. നീ നിന്നടുത്ത് നിന്ന് നിന്നെ ഒതുക്കിക്കളയുവാൻ ശത്രുട്ട പദ്ധതി ഉണ്ടല്ലോ. സ്തോത്രം. ആ പദ്ധതിക്കെതിരെ നീ ഓടണം. അതുകൊണ്ട് പാട്ടുകാരൻ പാടത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്ന ഒരു ഏകൻ മാത്രമല്ലയോ. നിന്നെ ഓട്ടക്കളത്തിൽ തകർത്ത് കളയുവാൻ ശത്രു പദ്ധതി ഇടുമ്പോൾ അതിനെതിരെ ഓടുവാനുള്ള അഭിഷേകം ചോദിച്ചോ. ഏലിയാവ് ഓടിയതുപോലെ ഓടുവാനുള്ള അഭിഷേകം ചോദിച്ചോ. ഈ സക്കായിക്കൊരു പ്രശ്നമുണ്ട്. എന്നാന്നറിയാമോ? അവന്റെ വഴി അടഞ്ഞ വഴിയായിരുന്നു. എന്നാൽ യേശു അവിടെ ചെന്ന് അവന്റെ ശാപത്തെ പൊട്ടിച്ചു, അവന് റിലീസ് ചെയ്തു. ദൈവാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി പറയുക, ഇന്നത്തെ പ്രസംഗത്തിൽ കൂടെ, ഇന്നത്തെ വചനത്തിൽ കൂടെ വർഷങ്ങളായി കിടക്കുന്ന ചില ശാപത്തിന്റെ കെട്ടുകൾ ദൈവം ക്യാൻസൽ ചെയ്ത് മാറ്റും. അടുത്ത വേറൊരു കാര്യം, സ്തോത്രം, ദൈവാത്മാവ് എനിക്ക് തന്ന ദൂതം എന്താണെന്നറിയാമോ? ലൂക്കോസ് 18:35. അവൻ എരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ നിലവിളിച്ചു. ദൈവാത്മാവ് എനിക്ക് തന്നെ ദൂതം എന്തെന്നറിയാമോ? എരിഹോവിന്റെ അടുത്ത പ്രത്യേകത എന്തെന്നറിയാമോ? എരിഹോവിൽ ആത്മിക അന്ധത ബാധിച്ചിരിക്കുക. ആമേൻ. എന്തുകൊണ്ടാണ് സ്തോത്രം ഇവൻ മുറിവേറ്റതെന്നറിയാമോ? അവന്റെ ആത്മിക ദർശനം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ദർശനം നഷ്ടപ്പെട്ട, ആത്മമണ്ഡലം നഷ്ടപ്പെട്ടവരുണ്ടോ? ദൈവാത്മാവ് അറിയുക, അതിൽ നിന്നും നിന്റെ ദൈവം വിടുവിക്കാൻ പോകുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കാലം നോക്കിയാൽ നിങ്ങളിൽ പലരും ഉപദേഷ്ടാക്കന്മാരാകേണ്ടുന്നവരാ. സ്തോത്രം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ശിശുക്കൾ അത്രേ. പൗലോസ് വളരെ വ്യക്തമായി പറയുക, ഇന്ന് പകൽക്കാലം സ്തോത്രം ആഴമായി പ്രവചിക്കേണ്ടതിന്, ആഴമായി ദൈവവചനം ശുശ്രൂഷിക്കേണ്ടതിന്, സ്തോത്രം വർഷങ്ങളായി വിശ്വാസ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ചില അടഞ്ഞുപോയിരിക്കുന്ന കണ്ണുകളും അടഞ്ഞുപോയിരിക്കുന്ന പ്രവചന മണ്ഡലങ്ങളും ദൈവം തുറക്കുക. ഈ ദൂത് ഏറ്റെടുത്തോ. ദൈവം ചിലതിന്റെ നാവിൽ ചില അധികാരമേൽപ്പിക്കാൻ പോകുക. സ്തോത്രം. നീ എപ്പോഴാണോ യെരൂശലേമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നത്, അപ്പോൾ നിന്നെ തകർക്കാൻ ചില കള്ളന്മാർ മറിഞ്ഞിരിപ്പുണ്ട്. നിന്റെ കുടുംബത്തെ തകർക്കാൻ, സ്തോത്രം, നിന്റെ ഫൈനാൻഷ്യലിനെ തകർക്കാൻ, നിന്റെ സകല മേഖലകളിൽ നിന്റെ സൗന്ദര്യത്തെ തകർക്കാൻ, നിന്റെ ആരോഗ്യത്തെ തകർത്ത് രോഗത്തെ ബന്ധിടുവാനുള്ള കള്ളന്റെ ശക്തികൾ, അറുപ്പാനും മുടിപ്പാനും നശിപ്പിച്ച് കളയാനുള്ള കള്ളന്മാർ നിന്നെ തകർക്കുവാൻ പദ്ധതിയിടുമ്പോൾ ദൈവാത്മ പറയുക, ഇന്നത്തെ മീറ്റിംഗിൽ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ചില മുറിവുകളെ ദൈവം സ്തോത്രം കെട്ടി, ചില മുറിവുകളെ ദൈവം സ്തോത്രം സ്തോത്രം സൗഖ്യമാക്കി ദൈവം ചിലതിനെ വെളിയിൽ കൊണ്ടുവരാൻ പോകുക. ചിലർ പറയാറുണ്ട്, എന്നെ വളർത്താൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സ്തോത്രം ചില മേഖലകളെ കെട്ടുകൾ പൊട്ടിയാൽ നീ ഓട്ടോമാറ്റിക് വളരും. അതാണ് സക്കായി കാണിക്കുന്നത്. സ്തോത്രം. സക്കായിക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല. അന്നത്തെ ഏറ്റവും വലിയ ആ കാലഘട്ടത്തിൽ പൈസയുള്ളവരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു സക്കായി. സ്തോത്രം. നിന്റെ കെട്ട് പൊട്ടിയാൽ നീ വളരും. ആമേൻ. ഇന്ന് പകൽക്കാലം ദൂത് ഏറ്റെടുക്കണം കേട്ടോ. അടുത്തത്, നിന്റെ ആത്മിക അന്ധത, എരിഹോവിലെ ആത്മിക അന്ധത മാറിയാൽ നിന്റെ സിറ്റുവേഷൻ ടോട്ടൽ ചേഞ്ച് ആകും. യേശുവിന്റെ നാമത്തിൽ ആരെയും കുറ്റപ്പെടുത്തണ്ട. ഇന്ന് പലക്കാലം നിന്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ നീ ഏറ്റെടുത്തോ. ഇന്നത്തെ മീറ്റിംഗിൽ ആ ശക്തി ചിലതിന് മേൽ കടന്നു വരുമ്പോൾ ചില സൗഖ്യങ്ങൾ നടക്കും. ആമേൻ. ചില സാമ്പത്തിക മേഖലകൾ ഭദ്രമാക്കപ്പെടും. ചില പിന്മാറ്റത്തിൽ പോയ തലമുറകൾ മടങ്ങി വരും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുക. ഒരിക്കൽ ഞാൻ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ, സ്തോത്രം, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയത്ത്, ഞാൻ വളരെ തളർന്നിരിക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ പ്രസംഗിച്ചൊരു പ്രസംഗം ഇപ്രകാരമായിരുന്നു: മോശേ,
നീ എന്തിന് കരയുന്നു? സ്തോത്രം. ചെങ്കടലിന്റെ മുമ്പിൽ നീ എന്നാത്തിനാണ് പ്രാർത്ഥിക്കുന്നേ? നിന്റെ കയ്യിൽ ഒരു അധികാരത്തിന്റെ വടിയില്ലേ? അതെടുത്ത് നീട്ടിയാൽ ചെങ്കടൽ രണ്ടാകും. ആമേൻ. സ്തോത്രം. അന്നെന്റെ അകത്ത് വിശ്വാസം കത്തി. വിശ്വാസത്താൽ സ്തോത്രം ചിലതിനൊക്കെ ശാസിപ്പാൻ ദൈവം സഹായിച്ചു. നിങ്ങൾക്കറിയാമോ, ആരുടെയും സഹായമില്ലാതെ ദൈവം വഴികൾ ഓപ്പണാക്കി. ഇന്ന് പലർക്കും നിങ്ങളോട് ഞാൻ ചോദിക്കുക, നീ എന്തിനു നിലവിളിക്കുന്നു? നിന്റെ കയ്യിൽ പ്രാർത്ഥനയുടെ വടിയില്ലേ? ഉപവാസത്തിന്റെ വടിയില്ലേ? ദൈവശക്തിയുടെ വടിയില്ലേ? അത് നീ പ്രതിസന്ധിയുടെ നേരെ നീട്ടിയാൽ നിന്റെ വഴികൾ ഓപ്പണാകും.